138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഇതിനേറെ പ്രചോദനം നൽകുന്നതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസി ലൈസ് നോട്ട് ഇൻ ദ പവർ ഓഫ് ദ മജോറിറ്റി ബട്ട് ഇൻ ദ റെസ്പെക്ട് ഓഫ് ഷോൺ ടു എവരി വോയിസ്. നിയമസഭ ജനങ്ങളുടെ പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളുടെയും വേദിയാണ്. നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ് നമ്മുടെ സഭ. അതുകൊണ്ട് തന്നെ സഭയുടെ നടപടികളും ചർച്ചകളും ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ ഭിന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ സഭ ജനഹിതത്തിന് അനുസൃതമായി മാറും. സഭയുടെ അടിസ്ഥാന ശില നമ്മുടെ ഭരണഘടനയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഭരണഘടനാ വ്യവസ്ഥകളാണ്. അതുകൊണ്ട് ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധവും ഉൾക്കാഴ്ചയും ഈ സഭയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മിഴിവുറ്റുള്ളതാക്കി മാറ്റും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാധ്യമങ്ങളും അടങ്ങുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ വിവിധ വിഷയങ്ങളിൽ ഏകാഭിപ്രായം ഉണ്ടായേ മതിയാകൂ എന്ന് ശഠിക്കാൻ കഴിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാധിപത്യ സംവാദങ്ങളിലും അഭിപ്രായ വൈവിധ്യത്തിലും സഹിഷ്ണുത കാണിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് മാതൃകയാക്കാം. ദ ഹോണസ്റ്റ് ഡിസഗ്രിമെന്റ് ഈസ് ഓഫൺ എ ഗുഡ് സൈൻ ഓഫ് പ്രോഗ്രസ്. പാർലമെന്ററി ജനാധിപത്യം വിജയപ്രദമാക്കുന്നതിന് പ്രതിപക്ഷ ഭരണ കക്ഷികൾ തുല്യ ഉത്തരവാദികളാണ്.